ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഗസ പിടിച്ചെടുക്കുന്നതിന് ഇസ്രായേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും. ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപലായനം നടത്തുകയാണ്. 60-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപലായനം തുടരുകയാണ്. പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് അൽ റാഷിദ് തീരദേശ റോഡ് മാത്രമാണ്. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ മനുഷ്യകവചമാക്കി ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വംശഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്ന് UN അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള വ്യക്തമാക്കി. ഇസ്രായേലി അധികൃതരുടെ പ്രസ്താവനയ്ക്ക് പുറമെ വംശഹത്യയ്ക്ക് സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യൻ വംശജയാണ് അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ. അമേരിക്ക ഇടപെടാൻ തയ്യാറായിരുന്നു, എന്നാൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണ്ട എന്ന് ഇന്ത്യ നിലപാടെടുത്തെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, ഇക്കാര്യത്തിൽ ദിവസേന എന്നവണ്ണമാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടു, മധ്യസ്ഥത വഹിച്ചു, രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചു, ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നൊക്കെ വീരവാദം ദിനേന എന്നവണ്ണമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് ട്രംപിന് കിട്ടിയ വലിയ പ്രഹരമാണല്ലോ ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം, അല്ലേ? തീർച്ചയായും ട്രംപ് അവകാശപ്പെട്ടതെല്ലാം കള്ളമായിരുന്നു എന്ന തരത്തിലേക്ക് നമുക്കിപ്പോൾ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിൻ്റെ ഈ പ്രസ്താവനയെ വായിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലും വലിയ തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നൊരു വിഷയമായിരുന്നു ഇത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് കാരണക്കാരനായത്, മധ്യസ്ഥത വഹിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇത് ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ, അത് തള്ളിപ്പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാണോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി ഇഷാഖ് ദറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഇഷാഖ് ദർ ഇപ്പോൾ പറയുന്നത്. അതായത് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു. അത് മാർക്കോ റൂബിയോയുടെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയോട് ഈ കാര്യം അവർ സംവദിച്ചിരുന്നു, ഇത് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തന്നെ നിൽക്കണമെന്നും ആ രണ്ട് രാജ്യങ്ങൾ തന്നെ അത് സംസാരിച്ച് തീർക്കുമെന്നുള്ള നിലപാടിലേക്കാണ് ഇന്ത്യ പോയത്. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചിരുന്നില്ല എന്നാണ് ഇന്ന് മാർക്കോ റൂബിയോ ഇഷാഖ് ദറിനോട് പറയുന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ ചർച്ചകളെല്ലാം ആരംഭിക്കുന്നത്. ഏപ്രിൽ 22-നാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. 4 ദിവസം നീണ്ട സംഘർഷഭരിതമായ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം മെയ് 10-ാം തീയതിയാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അന്ന് തന്നെ സർക്കാർ വൃത്തങ്ങളും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. സംയുക്ത സൈനിക മേധാവികൾ പരസ്പരം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്ന് അന്ന് തന്നെ വളരെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വന്നിരുന്നു. DGMO ലെവലിലുള്ള ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന്. എന്നാൽ പിന്നീട് ട്രംപ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്നാണ് ഈ ചർച്ചയും വിവാദവും ആരംഭിക്കുന്നത്. എന്നാൽ ഒടുവിൽ ഇഷാഖ് ദറിന്റെ ഈ വിശദീകരണത്തിലൂടെ ഈ ചർച്ചകൾക്കൊരു അവസാനം വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിജയകുമാർ, പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് എന്നും അതിന്മേലാണ് ചർച്ച നടന്നത് എന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലതവണ അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അത് നിരാകരിക്കുന്ന തരത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി അതിലൊരു മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം ഇങ്ങനെ വ്യാജമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അതിന് പാകിസ്ഥാൻ ഇപ്പോൾ മറുപടി പറയുന്നു. ഇക്കാര്യത്തിൽ എന്താണ് നടന്നത്, ഇന്ത്യ മധ്യസ്ഥത വേണ്ട എന്ന് പറഞ്ഞു എന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ തന്നോട് പറഞ്ഞു എന്ന് പറയുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയാണ്. അതോടെ ട്രംപിന്റെ അവകാശവാദത്തിന് വലിയ തിരിച്ചടിയാവുകയാണ് ഈ ധറിന്റെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെയും ഈ പ്രതികരണം. ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ മൗലാന മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടെന്ന് ജെയ്ഷെ മുഹമ്മദ്. ഇതാദ്യമായാണ് ജെയ്ഷെ മുഹമ്മദ് ഇക്കാര്യം സമ്മതിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. മെയ് 7 നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ പുറത്തുവന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോ. मौलाना मसूद अजहर की फैमिली के लोग बहने और बेटे और बच्चे रेजा रेजा हो गए, टुकड़ों में तकसीम हो गए, कीमा बन गए. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. 24 ഡൽഹി. രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് മുൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഇന്ത്യയിലെ നിലവിലെ സർക്കാർ മതവും മുസ്ലിം ഹിന്ദു കാർഡും കളിക്കുകയാണെന്നും ഇത് മോശപ്പെട്ട മാനസികാവസ്ഥയാണെന്നും അഫ്രീദി. രാഹുൽ ഗാന്ധിയുടേത് പോസിറ്റീവ് മാനസികാവസ്ഥയാണ്. രാഹുൽ സംവാദത്തിൽ വിശ്വസിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ സമ ടിവിയിലെ സംവാദത്തിൽ അഫ്രീദി പറഞ്ഞു. അഫ്രീദിയെ കടുത്ത സ്വരത്തിൽ വിമർശിച്ച് BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പുനേവാല രംഗത്തെത്തി. ഇന്ത്യയെ വെറുക്കുന്ന എല്ലാവരും രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസിലും സഖ്യകക്ഷിയെ കണ്ടെത്തുന്നു എന്നായിരുന്നു പ്രതികരണം. INC എന്നാൽ ഇസ്ലാമാബാദ് നാഷണൽ കോൺഗ്രസ് ആണെന്നും പുനേവാല കുറ്റപ്പെടുത്തി. ഇന്ത്യയ്ക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലെ പുരോഗതിയെന്ന് ഇന്ത്യ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട്. അമേരിക്ക നിലപാട് മയപ്പെടുത്തിയില്ലെങ്കിൽ വ്യാപാര കരാർ വൈകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നോടിയായി ഡൽഹിയിൽ ഇന്ത്യ അമേരിക്ക വാണിജ്യ പ്രതിനിധികൾ തമ്മിൽ ഇന്ന് പ്രാഥമിക കൂടിക്കാഴ്ച നടന്നു. US ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും മുഖാമുഖം ചർച്ച നടത്തുന്നത്. ഓഗസ്റ്റ് അവസാനം നടക്കേണ്ടിയിരുന്ന ചർച്ചയാണ് തീരുവയിലുടക്കി വൈകിയത്. ഇന്ത്യയിലെ കാർഷിക ക്ഷീരമേഖലകൾ തുറക്കണമെന്നതാണ് USന്റെ പ്രധാന ആവശ്യം. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗമായതിനാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പ്രതീക്ഷ നൽകുന്നതായിരുന്നു കൂടിക്കാഴ്ചയെന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് പ്രതികരിച്ചത്. എങ്കിലും അധിക തീരുവ നടപടി പിൻവലിക്കാതെ ഉടൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറിന് സാധ്യതയില്ല. കരാറിനായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും പൊതുവേദികളിൽ ഇപ്പോഴും US ഉദ്യോഗസ്ഥർ ഇന്ത്യക്കെതിരെ വിമർശനാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാതെ എത്രത്തോളം ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതാണ് വെല്ലുവിളി. 24 ഡൽഹി. തനിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി എഴുത്തുകാരി ഡോക്ടർ M ലീലാവതി. എതിർക്കുന്നവരോട് ശത്രുതയില്ല. ഗസയിലെ കുഞ്ഞുങ്ങൾക്കായി ഇനിയും സംസാരിക്കും. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഡോക്ടർ M ലീലാവതിക്ക് നേരെയും സൈബർ ആക്രമണം ഉണ്ടായത്. തന്റെ 98ാം പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് ഡോക്ടർ M ലീലാവതി നടത്തിയ പരാമർശമാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത്. ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക എന്നായിരുന്നു പിറന്നാൾ ആശംസകളുമായി എത്തിയവരോട് ലീലാവതി പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെയാണ് സൈബർ ആക്രമണം. എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് M ലീലാവതി. ഞാൻ ഒരു അമ്മയുടെ കണ്ണുകൊണ്ടാണ് അവരെ നോക്കുന്നത്. മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ഒന്നും പശ്ചാത്തലം അതിലില്ല. എതിർക്കുന്നവര് സ്വതന്ത്രമായിട്ട് എതിർത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. എത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. നടയുന്നൊന്നും അല്ല, എതിർപ്പുകളെ നേരിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് M ലീലാവതിയെ പിന്തുണച്ചെത്തിയത്. മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തിലൂടെയാണ് ടീച്ചർ സംസാരിച്ചതെന്ന് മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ലൈംഗികാരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ട എന്ന് ക്രൈംബ്രാഞ്ച്.
യുവനടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും നേരിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല. ഇതോടെയാണ് ആരോപണം ഉന്നയിച്ച ഇരകളെ അന്വേഷണ സംഘം അങ്ങോട്ട് സമീപിച്ച് വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും പ്രാഥമിക മൊഴിശേഖരണവും നടത്തിയിരുന്നു. രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന യുവനടി മൊഴി നൽകുകയും മെസ്സേജ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് യുവനടിയുടെ നിലപാട്. അതിനാൽ തന്നെ ഇവരെ പരാതിക്കാരിയാക്കി കേസുമായി മുന്നോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ മുൻ അനുഭവവുമുണ്ട്. അതിനാൽ തന്നെ യുവനടിയെ സാക്ഷിയാക്കി കേസുമായി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരാമർശിച്ച് KT ജലീൽ MLA. ഒരു കുഞ്ഞിനെ ഭ്രൂണത്തിൽ ജനിച്ച് ഭൂമിയിലേക്ക് വരാൻ പോലും അനുവദിക്കാതെ കൊന്നുകളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എന്നായിരുന്നു KT ജലീലിന്റെ ചോദ്യം. രാഹുലിനെയും PK ഫിറോസിനെയും പോലെയാണ് എല്ലാ കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് പ്രശ്നക്കാരായ പോലീസുകാരെ ചൂണ്ടിക്കാണിച്ച് കേരള പോലീസ് എന്ന് പറയുന്നത് എന്നും KT ജലീലിന്റെ പ്രതികരണം. ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും? ഒരിക്കലുമല്ല. യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും 5.25 ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ PK ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും. അതൊക്കെ പുഴുക്കുത്തുകളാണ്. അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 10 വർഷമായിട്ടും സിസ്റ്റത്തിന്റെ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷം ചോദിച്ചു. രോഗികൾ പണം നൽകി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. ചോദ്യോത്തരവേളയിൽ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ വിമർശനം. വകുപ്പിന് കപ്പിത്താനില്ലെന്നും വിമർശനം. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ടവർ പഞ്ഞി വരെ വാങ്ങിക്കൊണ്ടുവരേണ്ട ഗതികേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വന്ന ചില രോഗികൾ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചു. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ദൗത്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായി പരാമർശിച്ച് മന്ത്രി. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമേഖലയെ UDF സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമേഖലയുമായി താരതമ്യപ്പെടുത്തിയ മന്ത്രി വീണ ജോർജിന്റെ മറുപടിയും വാക്കുതർക്കത്തിനിടയാക്കി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് മന്ത്രി വെല്ലുവിളിച്ചു. 24 തിരുവനന്തപുരം. മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട. 20 എയർഗണ്ണുകളും 3 റൈഫിളുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. 200-ലധികം വെടിയുണ്ടകളും 40 പെല്ലറ്റ് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആയുധശേഖരം പിടിച്ചെടുത്തത്. വീട്ടുടമ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിപിൻ C വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇത്രയും വെടിക്കോപ്പുകൾ എന്തിന് ഇദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചു എന്നതിന് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ പോലീസ്? അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ?
വിജയകുമാർ, വിൽപ്പനയായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കൂടാതെ തന്നെ ഈ തോക്കുകൾ വാങ്ങുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇയാൾക്കൊരു ക്രൈസ് ആയിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ പോലീസിന്റെ ഒരു മൊഴിയായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, പാലക്കാടിൽ നിന്ന് ഒരു യുവാക്കളിൽ നിന്ന് തിര കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ പിടിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് എടവണ്ണയിലെ ഈ വീട്ടിൽ പരിശോധന നടത്താൻ പോലീസിന് ഗുണമായത്. പോലീസ് അങ്ങനെ ഒരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എടവണ്ണയിലെ അരീക്കോട് റോഡിലുള്ള ഉണ്ണിക്കമ്മത് എന്നുള്ള ആളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഈ ഉണ്ണിക്കമ്മതിന് 67 വയസ്സുണ്ട്. ഇയാൾ ആദ്യം വിദേശത്തായിരുന്നു, പിന്നീട് നാട്ടിൽ വന്ന് ഇതൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്തു വരികയായിരുന്നു. 3 റൈഫിളുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 റൈഫിളുകൾക്ക് ലൈസൻസ് ഉണ്ട്. പിന്നീട് ഈ 315 എന്നുള്ള ഒരു റൈഫിൾ കയ്യിലുണ്ടായിരുന്നു. ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അനുമതി വേണം, അതിന്റെ ലൈസൻസ് വേണം. ഈ ലൈസൻസ് അതിനുണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ ആ റൈഫിൾ വളരെ സൂക്ഷ്മമായി മാത്രം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രം അവരുടെ മാത്രം അനുമതിയോടുകൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ്. അത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ അതിന്റെ 54 റൗണ്ട് തിരകളും കയ്യിലുണ്ടായിരുന്നു. ഇവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 20ഓളം എയർ ഗണ്ണുകൾ ഉണ്ടായിരുന്നു. വീട്ടിന്റെ മുകൾ വശത്തും താഴെ വശത്തുമായിട്ടായിരുന്നു ഇവയെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഈ എയർ ഗണ്ണുകൾ കയ്യിൽ വെക്കാൻ അനുമതി വേണ്ടെങ്കിൽ കൂടി അത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ജില്ലാ കലക്ടറുടെ തന്നെ അനുമതി വേണം. ഇങ്ങനെ 20ഓളം എയർ ഗണ്ണുകളും 40 പാക്കറ്റ് അതിന്റെ പെലറ്റ്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ വിൽപ്പന നടത്തി എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിക്കമ്മതിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ഉടൻ തന്നെ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ 315 എന്നുള്ള പ്രത്യേക റൈഫിൾ അത് ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാലശേഷം ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊന്നും ലൈസൻസും ഉണ്ടായിരുന്നില്ല. അതിലാണിപ്പോൾ പിടിവീണിരിക്കുന്നത്. പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് വലിയ അളവിൽ തന്നെ ഇത്രയേറെ തിരകളും തോക്കുകളും കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാം കൂടി ഒരു 100 തിരകൾ സൂക്ഷിക്കാനാണ് അനുമതിയെങ്കിൽ 180ലേറെ തിരകൾ കയ്യിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അവ വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ പ്രധാന ഉദ്ദേശമെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിജയകുമാർ. യെസ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇത് എവിടെ നിന്ന് ശേഖരിച്ചു, ഇതിന്റെ ഉപയോഗം ഇത് ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത്, അവരെന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ്. പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ നിയമസഭയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. 9 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. ഇതോടെയാണ് പ്രത്യേക ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം മുഖ്യ വിഷയമായി മാറിയ അടിയന്തര പ്രമേയത്തിനെ പഴയ സംഭവം എന്ന് പറഞ്ഞാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 14ാം സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. എന്തേ ഈ 2.5 വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത്? പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ കേരളത്തിലെ പൊതുസമൂഹത്തോട്? നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ മൗനം പാലിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റു ഭരിച്ച നാട്ടിലാണ് വളർന്നതെന്ന പരാമർശത്തോടെ തുടങ്ങിയ മുഖ്യമന്ത്രി UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. വലതുമുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് നയം പിന്തുടരുന്ന ഇടത് സർക്കാർ കുറ്റക്കാരോട് കർശന സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു. കോൺഗ്രസിൻ്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം.
കുന്നംകുളത്ത് മർദ്ദനം നടത്തി പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ സഭാകവാടത്തിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AKM അഷറഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ സത്യാഗ്രഹത്തിലൂടെ സമ്മർദ്ദമേറ്റുകയാണ് പ്രതിപക്ഷ ലക്ഷ്യം. ലോക്കപ്പ് മർദ്ദനത്തിന് തെളിവായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സഭ പിരിയുന്നതിനകം പോലീസുകാരുടെ പിരിച്ചുവിടലിൽ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UDF നടത്തും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാകുന്ന ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഉദ്ദേശവും സഭാകവാടത്തിലെ സമരത്തിന് പിന്നിലുണ്ട്. 24 തിരുവനന്തപുരം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മദ്യപ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് സുജിത്ത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നുമാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം. KV അബ്ദുൽ ഖാദറിന്റെ വാദങ്ങളെ സുജിത് VS തള്ളി. 4 അംഗ മദ്യപ സംഘത്തെ അവിടുത്തെ പോലീസ് പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. അത് കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ വഴിവിട്ട ന്യായീകരണം. ആ സംഗതിക്ക് ഒരു മറുവശമുണ്ട്. അത് കാണാതെ പോയി, അത് ജനം അറിയാതെ പോയി. അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന കാര്യമാണ് ആ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും സുജിത് VSന്റെ മറുപടി. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. അതല്ലാതെ ഞാനൊരാളിനെ കൊല്ലാനോ അല്ലെങ്കിൽ വധിച്ചിട്ടുള്ള വല്ല വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഇതുവരെ. KV അബ്ദുൽ ഖാദറിനെ പരിഹസിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി. മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മർദ്ദന സമയത്ത് ജീപ്പ് ഓടിച്ചിരുന്ന CP ഷുഹൈർ അബ്ദുൾ റഹ്മാനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. സുജിത്തിനടക്കം പോലീസ് മർദ്ദനം നേരിട്ട സംഭവത്തിൽ ഹൈക്കോടതിയും സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിനിടെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സുജിത് VS ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. 24 തൃശൂർ. അതേസമയം PG പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ PM രതീഷിന് സസ്പെൻഷൻ. ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കി. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ രതീഷ് കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥൻ 3ാം മുറ പ്രയോഗിക്കാറുണ്ട് എന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത്. രതീഷിനെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു കടവന്ത്ര SHO ആയി സ്ഥാനക്കയറ്റം നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന 2.5 വർഷത്തിന് ശേഷമാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടായത്. കൊല്ലം നെടുമ്പനയിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ FIR-ൽ പറയുന്ന കേസ് മറ്റൊന്നാണ് എന്ന് കോൺഗ്രസ് കൊല്ലം സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആരോപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി വിനോദ് എന്നയാളാണ് എന്നും ഫൈസൽ കുളപ്പാടം ആരോപിച്ചു. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
കസ്റ്റഡി മർദ്ദനമടക്കമുള്ള ആരോപണങ്ങൾക്കിടെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം. കുറുവാ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിനാണ് പ്രശംസ. ആലപ്പുഴയിൽ ഭീതി പരത്തിയ കുറുവാ സംഘത്തെ പിടികൂടാൻ നേതൃത്വം നൽകിയ 2 മുതിർന്ന ഉദ്യോഗസ്ഥർക്കാണ് പ്രശംസാപത്രം കൈമാറിയത്. അന്വേഷണ സംഘത്തിലെ 18 പോലീസ് ഉദ്യോഗസ്ഥർക്കും അംഗീകാരം ലഭിച്ചു. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രിയും നൽകി. വിവാദങ്ങൾക്കിടെ പ്രശംസാപത്രം നൽകിയ സംസ്ഥാന പോലീസ് മേധാവിയുടെ നടപടി വിമർശന വിധേയമായിട്ടുണ്ട്. തിരുവനന്തപുരം പാറശാല SHO P അനിൽകുമാർ ഓടിച്ച് വാഹനമിടിച്ച് വയോധികൻ മരിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിനുകുമാറിനാണ് അന്വേഷണ ചുമതല. വകുപ്പ് തല നടപടികളുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപിനെ ചുമതലപ്പെടുത്തി. പ്രതി അനിൽകുമാർ ഇപ്പോഴും ഒളിവിലാണ്. കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കിളിമാനൂർ പോലീസ് പാറശാല SHO P അനിൽകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനം. പ്രതി CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണത്തിന് ചുമതല കൈമാറിയത്. തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി അപകടത്തിനു ശേഷം കാർ അറ്റകുറ്റപ്പണി നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പാറശാലയിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണി നടത്തിയതിന്റെ തെളിവുകളും ലഭിച്ചു. കേസിൽ അനിൽകുമാർ ഒളിവിൽ തുടരുകയാണ്. അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുവെന്നാണ് വിവരം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇന്നലെ ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഉത്തരവിറക്കിയിരുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്ന് രാത്രി 9:15 പുലി എത്തിയത്. പുലിക്കായി വനം വകുപ്പ് സ്ഥാപിച്ച കൂടിനരികിലൂടെ പുലി നടന്നുപോയി. പുലിയുടെ CCTV ദൃശ്യം 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് സമീർ, ഇത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ദൃശ്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മണ്ണാർമലയിൽ പുലിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി 9:15 കൂടിയാണ് വീണ്ടും പുലി എത്തിയിരിക്കുന്നത്. പുലിക്കായി വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂടിന് സമീപം പുലി എത്തി. അതുവഴി പുലി പോവുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ രാത്രിയിലും ഇന്നലെ പുലർച്ചെയും പുലി എത്തുകയും പുലി അതുവഴി കടന്നു പോവുകയും ചെയ്തിരുന്നു. ഈ മാസം 4ാം തവണയാണ് പുലി എത്തുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഒരു 14ഓളം തവണ പുലി പ്രദേശത്ത് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ഒരു കൂട് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നാട്ടുകാരുടെ ആവശ്യം എന്നുള്ളത് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. കാരണം ഒരു നാടിനെ ആകെ ഭീതിയിലാക്കിയിട്ട് മാസങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തുനിന്ന് പുലിയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഈ കൂടിനരികിലൂടെ, എന്നാൽ ആ കൂട്ടിൽ കയറാതെ ആ പുലി ആ ഭാഗത്തുകൂടി നടന്നു പോവുകയാണ്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 9 പേർ പിടിയിൽ. ബേക്കൽ AEO സൈനുദ്ദീൻ, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനായ ചിത്രരാജ് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ഗ്രിൻഡർ ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. അതേസമയം കേസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VK സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തു. 2 വർഷം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത്. വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മകനിൽ നിന്ന് മാതാവ് വിവരങ്ങൾ തേടുകയും കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തു. ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തു വന്നത്. 18 പേർ 2 വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് 16-കാരൻ പോലീസിന് നൽകിയ മൊഴി. ഡേറ്റിംഗ് ആപ്പ് ഏജന്റായിരുന്നു കുട്ടിയെ പ്രതികൾക്കായി കൈമാറിയിരുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 6 കേസുകളും കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി 8 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ബേക്കൽ AEO സൈനുദ്ദീൻ, റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ്, കാലിക്കടവ് സ്വദേശി സുകേഷ്, വടക്കേക്കോവൽ സ്വദേശി റഹീസ്, റംസാൻ, VPB കുഞ്ഞഹമ്മദ്, ചന്ദേര സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചീമേനി സ്വദേശി സുജിത്ത്, ബേക്കൽ സ്വദേശി നാരായൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ സ്വദേശി സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താൻ പോലീസ് സഹായിച്ചെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. 24 കാസർഗോഡ്. പത്തനംതിട്ട പുല്ലാട് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ യുവദമ്പതികളുടെ വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത മൊബൈൽ ഫോണുകളും ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തി.
ഇതുവരെ ലഭിച്ച മൊഴികളും ഡിജിറ്റൽ തെളിവുകളും വിശദമായി പരിശോധിച്ച് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. യുവാക്കളെ മർദ്ദിച്ചതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജയേഷിന്റെ ഭാര്യ രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും റാന്നി ആലപ്പുഴ സ്വദേശികളുടെ സാക്ഷിമൊഴികളും പോലീസ് വിശദമായി പരിശോധിക്കും. പ്രതികളുടെ 2 മൊബൈൽ ഫോണുകളും ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ജയേഷിന്റെ ഫോണിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിലവിൽ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആക്രമിക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും കട്ടിംഗ് പ്ലെയറും പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതികൾ ആലപ്പുഴ സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്ത 2 മൊബൈൽ ഫോണുകളും റാന്നി സ്വദേശിയുടെ 1 മൊബൈൽ ഫോണും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമായിരിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക. കൂടുതൽ പേർ ആക്രമണത്തിന് ഇരയായോ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. പോലീസിന് ചില സൂചനകൾ ഉണ്ടെങ്കിലും ആരും പരാതിയുമായി രംഗത്ത് വരാത്തതാണ് വെല്ലുവിളി. 24 പത്തനംതിട്ട. മൂവാറ്റുപുഴയിൽ ലഹരി മാഫിയ സംഘം വ്യാപാര സ്ഥാപനം തീയിട്ട് നശിപ്പിച്ചതായി പരാതി. ആനിക്കാട് സ്വദേശി ഷാഹുൽ ഷിനോജിന്റെ സ്ഥാപനമാണ് ആക്രമിച്ചത്. പ്രദേശത്തെ ലഹരി സംഘങ്ങളെക്കുറിച്ച് പരാതി നൽകിയതാണ് ആക്രമണത്തിനു കാരണം. പുലർച്ചെ വ്യാപാര സ്ഥാപനത്തിൽ തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് സംഘമെത്തിയപ്പോഴേക്കും കടയുടെ ഉള്ളിൽ തീ പടർന്നു. പുറത്തു നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനവും കത്തി നശിച്ചു. ആനിക്കാട് സ്വദേശി ഷാഹുൽ സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണിത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ആനിക്കാട് പ്രദേശത്ത് മുഴുവനും അദ്ദേഹം പകൽ വെളിച്ചത്തിൽ വളരെ മാന്യനായി നടക്കുന്നു. ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ പ്രാഥമിക നിഗമനം. എന്നാൽ കടയ്ക്ക് സമീപത്തല്ലാതെ പാർക്ക് ചെയ്ത വാഹനം കത്തിയതും എതിർവശത്തുണ്ടായിരുന്ന കടയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ തിരിച്ചുവച്ചതും നിർണായകമായി. പ്രദേശത്തെ ലഹരി സംഘത്തിനെതിരെ ഷാഹുൽ പോലീസിൽ പരാതി നൽകിയതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. 24 ഇടുക്കി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ 24 വാർത്ത നിയമസഭയിൽ ഉമാ തോമസാണ് വിഷയം ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികളെടുത്തെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ കുറ്റക്കാരനാണെന്നോ നടപടിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങളില്ല. ഗൈഡ് വയർ കുടുങ്ങിയത് കണ്ടെത്തിയതിന് പിന്നാലെ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചു. എങ്കിലും വിശദ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. പരാതി നൽകിയ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സിനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. വീഴ്ചകളുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. ബി അശോക് IASന്റെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് സ്റ്റേ നൽകിയത്. ബി അശോക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. 3ാം തവണയാണ് സർക്കാരിന്റെ സ്ഥാനമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുന്നത്. സർക്കാർ ഉത്തരവ് കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പിന്നാലെ ഉത്തരവ് സ്റ്റേ ചെയ്തു. നിലവിൽ കൃഷി വകുപ്പിൽ തുടരുന്നതിലും തടസ്സമില്ല. ആദ്യം തദ്ദേശ വകുപ്പിലേക്കും പിന്നീട് ഗതാഗത വകുപ്പിലേക്കും ബി അശോകിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ കൃഷി വകുപ്പിൽ തന്നെ തുടർന്നു. കെയർഫെഡ് പദ്ധതിക്കുള്ള ലോകബാങ്കിന്റെ വായ്പ വകമാറ്റിയതുമായി വാർത്ത പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ പുറത്തുവന്നതിന്റെ പേരിലായിരുന്നു ബി അശോകിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത്. 24 കൊച്ചി.
ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ അറിയിക്കാൻ ഹർജിക്കാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമാകും വിലക്ക് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് 4864 പേർ രജിസ്റ്റർ ചെയ്തെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ എല്ലാ നടപടിക്രമങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും PS പ്രശാന്ത് അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്നലെ അവസാനിച്ചിരുന്നു. ആകെ 4864 പേർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ ആദ്യം വന്ന 3000 അപേക്ഷകൾ അംഗീകരിക്കും. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെയാണ് ഇതര സംസ്ഥാന വിദേശ പ്രതിനിധികളുടെ എണ്ണം അനുവദിക്കുന്നത്. 300 പേർ കർണാടക, കേരളത്തിൽ നിന്ന് എല്ലാം കൂടി ഒരു 800 പേര് പങ്കെടുക്കും. പിന്നെ വിദേശത്തു നിന്നും ഏതാണ്ട് 250 പേർ എന്നുള്ള കണക്കിലാണ് ഞങ്ങളിപ്പോൾ ഈ 3000 വന്നിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ആൾ കുറവായതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ ഒരു ആദ്യം എന്നുള്ളതല്ല, പരമാവധി ആളുകളെ നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പങ്കെടുക്കും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ പാലിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളതാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ, അത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കോടതി ഞങ്ങൾക്കത് പുനഃസ്ഥാപിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും സ്വർണം കടത്തി എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രചരിക്കുന്നത്. അത് സ്വാഭാവികമായും ഇപ്പോൾ കന്നി 5 അത് അവിടെ കൊണ്ട് പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും. 24 തിരുവനന്തപുരം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് വ്യക്തമാക്കിയ പോലീസ് കോൺഗ്രസ് നേതാവ് TN പ്രതാപന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് TN പ്രതാപൻ വ്യക്തമാക്കി. സുരേഷ് ഗോപി വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും വ്യാജരേഖ ചമച്ച തൃശൂരിൽ വോട്ട് ചേർത്തുവെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് TN പ്രതാപൻ പോലീസിനെ സമീപിച്ചത്. തൃശൂർ ACPയുടെ 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണം അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല. നിലവിൽ ലഭ്യമായ രേഖകൾ വച്ച് കേസെടുക്കാനാവില്ല. വ്യാജരേഖ ചമച്ചതിന് കേസെടുക്കണമെങ്കിൽ വരണാധികാരി പരാതി നൽകണമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പോലീസിന്റെ നടപടി തെറ്റാണെന്നും തൃശൂരിൽ BJP CPM ഡീലുണ്ടെന്നും TN പ്രതാപൻ ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയ TN പ്രതാപൻ നിയമ നടപടികൾക്കായുള്ള ചർച്ച തുടങ്ങി. നേരത്തെ സുരേഷ് ഗോപി സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട വിവരാവകാശ നിയമപ്രകാരം അനിലക്കര നൽകിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളിയിരുന്നു. 24 തൃശൂർ. വയനാട് സുഗന്ധഗിരിയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെ കുരുക്കിലാക്കി ശബ്ദരേഖ. പരാതിയിൽ നിന്ന് പിന്മാറാൻ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. തെറ്റുപറ്റിപ്പോയെന്ന് രതീഷ് കുമാർ പറയുന്നത് ഈ ശബ്ദരേഖയിലുണ്ട്. ഇതിന് പിന്നാലെ രതീഷ് കുമാറിനെ വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ രതീഷ് കുമാർ അതിജീവിതയോട് കേണപേക്ഷിക്കുകയാണ്. തനിക്ക് നേരിട്ട പീഡന ശ്രമത്തിന് ആര് മറുപടി പറയുമെന്ന് വനംവകുപ്പ് ജീവനക്കാരി ചോദിക്കുന്നു. അതിജീവിതയ്ക്ക് പണം വാഗ്ദാനം ചെയ്തും സമ്മർദ്ദ നീക്കമുണ്ടെന്നാണ് പരാതി. ഇത്ര ശക്തമായ തെളിവുണ്ടായിട്ടും പടിഞ്ഞാറത്തറ പോലീസ് അറസ്റ്റിലേക്ക് കടന്നിട്ടില്ലെന്നാണ് ആരോപണം. ഈ മാസം 1-നാണ് ഓഫീസിൽ വെച്ച് പീഡന ശ്രമമുണ്ടായത്. രാത്രി ഡ്യൂട്ടിയിലായിരുന്ന സഹപ്രവർത്തകയെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 24 വയനാട്. ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നു. ക്ലബിന്റെ 100% ഓഹരികളും നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് വിൽക്കുമെന്നാണ് വിവരം. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും PVP ഗ്രൂപ്പും 2014 രൂപീകരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 80% ഓഹരികളും വാങ്ങി 2016 മാഗ്നം സ്പോർട്സ് മാനേജ്മെന്റിന്റെ ഭാഗമായത്. വ്യവസായി പ്രസാദ് നിമ്മഗഡ, തെലുങ്ക് നടൻ ചിരഞ്ജീവി, അല്ലു അർജുന്റെ അച്ഛനും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ് എന്നിവർ ഉൾപ്പെട്ടതാണ് മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2 വർഷത്തിനപ്പുറം സച്ചിൻ തന്റെ കൈവശമുണ്ടായിരുന്ന 20% ഓഹരികൾ കൂടി ഇവർക്ക് നൽകി ക്ലബ്ബ് വിട്ടു.
ലോകത്ത് തന്നെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ക്ലബ്ബുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ മാഗ്നം സ്പോർട്സിനായിട്ടില്ല. മാനേജ്മെന്റിന് കച്ചവട താല്പര്യം മാത്രമെന്നായിരുന്നു ആരാധകരുടെ വിമർശനം. കഴിഞ്ഞ സീസണിൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പരസ്യമായി പ്രതിഷേധിക്കുകയും ഗാലറി ഒഴിച്ചിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ആരാധകർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച മാനേജ്മെന്റിന്റെ നടപടിയും വിവാദത്തിലായി. ഈ വിവാദങ്ങളും ISL എന്ന് നടക്കുമെന്നതിലെ അനിശ്ചിതത്വമാണ് ക്ലബ്ബ് വിൽക്കാൻ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ രംഗത്തുള്ളതെന്നും വിവരമുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.